അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗംബരന്റെ കർത്താവായ യേശു ക്രിസ്തു ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു അവറുകളാണ്. തന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു അവറുകളെ തേജ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമ്മതിച്ചിരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് പ്രസ്താവിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവർകൾക്കായി ദൈവത്തെ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസിദാസന്മാരെ പരിചയപ്പെടുത്തുന്നതിൽ കൂടെ ധാരാളം ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും അനേകർ യേശുവിനെ കണ്ടുമുട്ടുന്നതിനും ഇടയായിത്തീരുന്നല്ലോ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും വ്യക്തിപരമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ എൻ്റെ പ്രിയ സ്നേഹിതനും സഹപാഠിയും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന എൻ്റെ ബന്ധു കൂടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ജോൺ ബറോഡ ആണ് എന്നെ ഈ പ്രവർത്തനത്തെ പരിചയപ്പെടുത്താൻ ഇടയായത്. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഞാൻ ജനിച്ചത് അടൂരിനടുത്ത് പെരിങ്ങനാട് എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ യാക്കോബായ ക്രിസ്ത്യൻ കുടുംബത്തിലെ ആദ്യജാതനായിട്ടാണ്. എൻ്റെ മാതാവിന്റെ കുടുംബം മാതാപിതാക്കൾ കായംകുളത്തിന് കിഴക്ക് കട്ടച്ചിറ പറ്റാണു സ്വദേശികളായിരുന്നു. പിതാവിന്റെ സ്വദേശം കുറത്തിയാടായിരുന്നു. വല്യപ്പച്ചന്റെ ജ്യേഷ്ഠൻ ധാരാളം കൃഷിസ്ഥലങ്ങളും കച്ചവടമൊക്കെ ഉള്ളതിനാല് അവർ 3 സഹോദരങ്ങൾ പെരിങ്ങനാട് ഭാഗത്ത് വന്ന് താമസമാക്കി. എൻ്റെ പപ്പയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു ജോലി ഉണ്ടായിരുന്നതിനാൽ പപ്പയുടെ പിതാവ് നേരത്തെ മരിച്ചു പോയിരുന്നു. കുടുംബത്തിലെ ഇളയ മകനായിരുന്നുകൊണ്ട് വിവാഹശേഷം അമ്മച്ചിയും കൂട്ടി അടൂരിലേക്ക് താമസം മാറ്റി. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഒരു പടിഞ്ഞാറുകാരെന്നുള്ള ഒരു വിളിപ്പേരുണ്ടായിരുന്നു. യാഥാസ്ഥിക യാക്കോബായ കുടുംബത്തിലെ പള്ളി ഭക്തരായിരുന്നു ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും. പടിഞ്ഞാറുകാരെന്നുള്ള ഒരു വേർകൃത്യം പള്ളിയിൽ നിന്ന് കാണിച്ചു എന്നതുകൊണ്ട് കരുവാറ്റയിലുള്ള യാക്കോബ പള്ളിയിൽ നിന്നും പഴകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം വാങ്ങി പുതിയതായിട്ട് പള്ളി പണിത കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എനിക്ക് 2 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ പരിമല തിരുമേനിയുടെ പള്ളിയിൽ എന്നെ അടിമ വെച്ചിരുന്നു എന്ന് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. വളരെ വാത്സല്യത്തോടാണ് എന്നെ ചെറുപ്പത്തിൽ വളർത്തി വന്നിരുന്നത്. എൻ്റെ കസിൻസും ബന്ധുക്കളും അയൽവക്കക്കാരും ഒക്കെ വളരെ സ്നേഹത്തോടും ഒരു പ്രത്യേകമായ ചെല്ലപ്പേരൊക്കെ ചേർത്തായിരുന്നു എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മമ്മി പള്ളി കാര്യത്തിൽ വളരെ നിഷ്ഠയുള്ള ആളും പ്രാർത്ഥനാ സമാജം സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു. ഓർമ്മ വെച്ച കാലത്ത് ബൈബിൾ കഥകളും വാക്യങ്ങളും യാക്കോബായ ആരാധന പുസ്തകത്തിലെ കൗമ നമസ്കാരങ്ങളും ഒക്കെ എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഏകദേശം 4 കിലോമീറ്റർ ദൂരം നടന്ന് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും ചെയ്തിരുന്നു. കുർബാനയിലും മറ്റ് ശുശ്രൂഷകളിലും ഒക്കെ ഉപയോഗിക്കുന്ന സുറിയാനി ചൊല്ലുകളും പാട്ടുകളും ഒക്കെ എനിക്ക് കാണാപ്പാഠമായിരുന്നു. ഇളയ 2 സഹോദരിമാർ കൂടെ എനിക്കുണ്ട്. എൻ്റെ പപ്പ വളരെ സാധുവായ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരോടും കയർത്ത് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മാസത്തിൽ 1-2 ദിവസമേ ഞങ്ങളോടൊപ്പം അദ്ദേഹം കാണുകയുള്ളൂ. കാതലിക്കറ്റ് കോളേജിന്റെ മെൻസ് ഹോസ്റ്റൽ മെസ്സിന്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കോളേജ് അടയ്ക്കുന്നതായ വേനൽ അവധിക്കാലത്ത് മാത്രമാണ് പപ്പ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പുനലൂരിനടുത്ത് കോട്ടവട്ടം എന്ന സ്ഥലത്ത് നിന്ന്. വൈഫിന്റെ പേര് വിജി. വളരെ ചെറിയ പ്രായത്തിൽ തന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഒരു വലിയ യാഥാസ്ഥിക ക്രിസ്തീയ കുടുംബത്തിൽ നിന്നും 15-ാം വയസ്സിൽ ഒറ്റയ്ക്ക് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരികയും പരിശുദ്ധാത്മാവിന്റെ നിറവും കൃപാവരങ്ങളും പ്രാപിച്ച് യൗവനത്തിൽ തന്നെ കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങുകയും അനേക പ്രാർത്ഥനാ കൂട്ടായ്മകൾ വിവിധ സ്ഥലങ്ങളിൽ ക്രമീകരിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിന് കർത്താവ് തന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. വടക്കേ ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ഡൽഹിയിലും മറ്റും കടന്നുപോയി പ്രവർത്തിക്കുന്നതിന് കർത്താവ് തന്നെ സഹായിച്ചു. 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കർത്താവ് തന്നു. മൂത്ത മകളുടെ പേര് അനറ്റ് മേരി സാം. അവൾ വിവാഹിതയാണ്. ഡൽഹിയിൽ രോഹിണി IPC സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ MG മാത്യു, മോളി മാത്യു ദമ്പതികളുടെ ഇളയ മകൻ ബിനോ മാത്യു ആണ് മരുമകൻ. അവർ ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ സുശേഷ വേലയോടൊപ്പം ജോലിയും ചെയ്തു വരുന്നു. 2ാമത്തേത് മകനാണ്, ABT സാം എന്നാണ് പേര്.
ഉത്തരേന്ത്യയിൽ അതിശൈത്യത്തിൽ ന്യൂമോണിയ ബാധിച്ച് മരണത്തിന്റെ പിടിയിൽ അമർന്ന സ്ഥാനത്ത് നിന്നും ദൈവം ഞങ്ങൾക്ക് ദാനം തന്ന ഒരു പൈതലാണ്. അവനിപ്പോൾ ബിടെക് കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർത്തൃവേലയിൽ ഭാഗമായി നിൽക്കുന്നു. എനിക്ക് ഒരു 4 വയസ്സുള്ളപ്പോൾ എൻ്റെ വല്യമ്മച്ചി മരിച്ചു. അന്ന് വീട്ടിൽ നിന്ന് അല്പം ദൂരെയുള്ള ഒരു ആശാൻ പള്ളിക്കൂടത്തിലാണ് ഞാൻ പഠിച്ചത്, ആശാന്റെ സ്കൂളിൽ. 4 വയസ്സിൽ ആശാൻ പള്ളിക്കൂടത്തിൽ ചേരുമ്പോൾ എന്നേക്കാൾ 1, 2, 3 വയസ്സ് പ്രായം കൂടുതലുള്ള കുട്ടികളോടൊപ്പമാണ് ഞാൻ പഠിച്ചത്. പഠനത്തില് വളരെ മിടുക്കനായിരുന്നു. ഏകദേശം 6 മാസം കൊണ്ട് അവിടെ പഠിപ്പിച്ചിരുന്ന എല്ലാവരേക്കാളും മിടുക്കനായിട്ട് പഠനം പൂർത്തീകരിപ്പാൻ കർത്താവ് ഇടയാക്കി. എന്റെ മമ്മി പറഞ്ഞു തന്നതും വായിപ്പിച്ചതുമായ ബൈബിൾ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജോസഫിന്റെ ജീവിതമായിരുന്നു. അപ്പന്റെ ഇഷ്ടപുത്രനായി ദൈവത്തിനെ ഭയന്നും ജീവിച്ചിട്ടും തനിക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടായതായ വേദനകൾ ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ ജീവിതത്തിൽ ശേഷിപ്പാനിടയായി. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. സ്കൂൾ കാലത്തിലെ ചില അനുഭവങ്ങൾ പറയുവാൻ തൊട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പലപ്പോഴും തെറ്റ് ചെയ്യാതെ തന്നെ ശിക്ഷ അനുഭവിക്കുന്നതായ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിൽ വലിയധികം വേദനയ്ക്ക് മുഖാന്തരങ്ങളായിത്തീരുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പല ഓർക്കുവാൻ സാധിക്കുന്നു. കൂടെ പഠിക്കുന്നവരിൽ ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കാലത്ത് റോഡുകളൊന്നുമില്ലാതെ പലരുടെയും പുരയിടത്തിൽ കൂടിയുള്ള നടവഴിയിൽ കൂടിയാണ് ഞങ്ങൾ കൂടെ പഠിക്കുന്ന കുട്ടികളോടൊപ്പം ആശാൻ പള്ളിക്കൂടത്തിൽ പോവുകയും വരികയും ചെയ്യാറുണ്ടായിരുന്നു. വളരെ ഒരുവിധം എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത് വളരെ നല്ല ഭംഗിയായിട്ട് പഠിക്കുന്നത് കൊണ്ട് ആശാന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരിക്കലും അടി കിട്ടിയിട്ടില്ല. എന്നാൽ ഒരുവിധം നല്ല ഡ്രസ്സും ഒരുവിധം ഒരു ചെറിയ പുള്ളിക്കുടയും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കിയിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അന്ന് മറ്റുള്ളവരുടെ അസൂയയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ചെറിയ പ്രായമാണ്. നടന്നു വരുന്ന വഴിയിൽ തിരിച്ചു വരുമ്പോഴൊക്കെയും പലപ്പോഴും എന്നെ കൂട്ടുകാർ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ കൊച്ചുകുഞ്ഞ്, അവരിൽ ഏറ്റവും ചെറുതായതുകൊണ്ട് അവരെ ഉപദ്രവിക്കുമായിരുന്നു. എത്ര ഒഴിഞ്ഞു മാറിയാലും പുറകിൽ നിന്ന് വന്ന് ഇങ്ങനെ ഞൂണ്ടുന്നതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരിക്കൽ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഞാൻ നിവർത്തി പിടിച്ചിരുന്ന കുടയുടെ ഒരു കമ്പി വെച്ച് എന്നെ ഉപദ്രവിച്ച ഒരുത്തന്റെ തലയ്ക്ക് നല്ലൊരു അടി കൊടുത്തു. കുടയുടെ ആ കമ്പി അവന്റെ തലയിൽ ആഴ്ന്നിറങ്ങി. ഒരു ഉച്ച സമയത്ത് ആശാൻ പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്ന സമയമായതുകൊണ്ട് ആ ഉച്ച സമയത്ത് അവന്റെ തല ഇല്ലാതെ കിഴിഞ്ഞിറങ്ങിയിട്ട് തലേന്ന് ഒരുപാട് ഇങ്ങനെ രക്തം ചീറ്റി വീഴുന്നതായിട്ട് കണ്ടു. അപ്പൊ എനിക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി എൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ ആരോടും ഒന്നും പറയാതെ കയറി കിടന്നു. എനിക്ക് പനിയൊക്കെ പിടിക്കാനിടയായിത്തീർന്നു. വിവരം അറിഞ്ഞു വന്നപ്പോഴാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ തൊഴിലാളി നേതാവും അല്പം ഗുണ്ടായുസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ മകനെയാണ് ഞാൻ കുത്തിയത്. അപ്പോഴ് വീട്ടുകാർക്കെല്ലാം പേടിയായി, അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമോ അവന്റെ ഭാഗ്യം കൊണ്ടോ അവന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അത് സൗഖ്യമാകുവാനിടയായിത്തീർന്നു. എന്റെ ജീവിതത്തിലെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന പോലെ ആയിരുന്നു ആ സംഭവം ഉണ്ടായത്. 4.5 വയസ്സുള്ളപ്പോൾ ആശാൻ പള്ളിക്കൂടത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. എങ്കിലും അന്ന് 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് 6 വയസ്സ് വേണ്ടുന്നത് കൊണ്ട് പിന്നെ ഒരു വർഷം ഞാൻ വീട്ടിൽ നിൽക്കുവാനിടയായി. അതിനുശേഷം അടൂരിനടുത്ത് ചേന്നമ്പള്ളി എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിൽ എനിക്ക് എന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ ചേർത്തു. സ്കൂളിൽ വെച്ച് നടന്ന ആ പ്രൈമറി സ്കൂളിൽ ഉണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വേദനയായിട്ട് ഇങ്ങനെ ശേഷിക്കാറുണ്ട്. ഒന്നാമത്തേത്, ശരിയായ ഉത്തരം പറഞ്ഞതിന് അടി കിട്ടുക എന്നുള്ള ഒരു കാര്യം. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 1-ാം ക്ലാസ്സിലെ പരീക്ഷ സമയമാണ്, ഫൈനൽ പരീക്ഷ സമയം. അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവരെയും കുട്ടികളെയൊക്കെ വെളിയിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുമ്പോൾ കർത്തിയാനിയമ്മ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർ ക്വസ്റ്റ്യനുകൾ പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ബോർഡിൽ ഒരു അക്ഷരം എഴുതി, ആ എന്ന് എഴുതിയിട്ട് അപ്പുറത്തൊരു വരയിട്ടു, ഇതിന്റെ ഉത്തരം നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ആ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം അമ്മ എന്നുള്ളത് പൂരിപ്പിക്കാനിടയായി. അപ്പൊ പെട്ടെന്ന് ടീച്ചറിന് ദേഷ്യം വന്നു. ശരിക്കും പറഞ്ഞാൽ അത് സ്ലേറ്റിൽ എഴുതാനായിരുന്നു. പക്ഷെ നിങ്ങൾ പറയണമെന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി ഉത്തരം പറഞ്ഞു. അന്നേരം ആ ടീച്ചർ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം വീണ്ടും അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ബോർഡിൽ എഴുതി അപ്പുറത്ത് വരയിട്ടു. എന്നിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്, ഇവിടെ എന്താണ് നിങ്ങൾ പൂരിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ വീണ്ടും ഞാൻ ചാടി എഴുന്നേറ്റായിട്ട് അടുത്ത ഉത്തരം പറഞ്ഞു. അത് ടീച്ചറിന് വളരെയധികം ദേഷ്യമായി. ടീച്ചർ ദേഷ്യപ്പെട്ടിട്ട് എന്നെ പിടിച്ച് ഒത്തിരി അടിക്കാനിടയായി. 2 കൈ നീട്ടി പിടിച്ചിട്ട് ചൂരൽ വടി കൊണ്ട് നല്ലപോലെ അടിച്ചു. വളരെയധികം വേദനിച്ച് എനിക്ക് കരഞ്ഞു.
പക്ഷെ എന്തിനാണ് ആ ടീച്ചർ എന്നെ അന്ന് അടിച്ചതെന്നുള്ളത് എനിക്ക് ആ, മനസ്സിലായില്ല. കാരണം അന്ന് അത്രയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അതിനുശേഷം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ മറ്റൊരു വേദനിപ്പിക്കുന്ന അനുഭവമാണ്. ഞാൻ രാവിലെ ക്ലാസ്സിൽ ചെന്നു, പുസ്തകമൊക്കെ ക്ലാസ്സിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴ് ആ സ്കൂള് പുതിയ സ്കൂളാണ്, പുതിയതായിട്ട് പണിത ബിൽഡിംഗ് ആണ്. ഞങ്ങളാണ് അതിന്റെ ആദ്യത്തെ ബാച്ച്, 2ാമത്തെ വർഷത്തിലാണ്. ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴ് ആ ക്ലാസ് മുറിയുടെ ഒരു ജനല് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, അതിന്റെ വിജാഗിരി നിളയിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സഹപാഠിയെ വിളിച്ചിട്ട് ഇത് കാണിച്ചു. ഇത് ഇങ്ങനെ കിടക്കുന്നല്ലോ, ഇത് ആരോ ഇളക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നീയാണ് ഇത് പൊളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി. എന്നിട്ട് അവിടുത്തെ ആ സ്കൂളിലെ ഏറ്റവും വലിയ ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, വിശംബരൻ സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സാമ ഇത് ഇടിച്ചു കളഞ്ഞു, പൊളിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ജനൽ തൂങ്ങിക്കിടക്കുന്ന അതിന്റെ വിജാഗിരി പൊട്ടിയിരിക്കും. അപ്പോഴ് സാർ എന്നെ പിടിച്ചുകൊണ്ടുപോയി വലിയ ചൂരലാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്, എന്റെ തൊടയിലും കയ്യിലും ഒക്കെ കുറെ അടിച്ചു. അപ്പം ഒരു പക്ഷേ ഒരു എന്താ പറഞ്ഞ 6 വയസ്സ് ഉള്ള ഒരു കുരുന്നിന് പിടിച്ചാൽ ഒടിയുന്നതല്ല, അത് മറ്റാരെങ്കിലും സാമൂഹിക ദ്രോഹികളും മറ്റോ ചെയ്തതാണെന്നുള്ളതായ ഒരു കാര്യം ആ ടീച്ചർ ഓർക്കാതെ എന്നെ ഒരുപാട് അടിക്കുവാൻ തൊക്കെ ഇടയായി. അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവായിട്ട് ഹൃദയത്തിൽ ശേഷിപ്പാൻ തൊക്കെ ഇടയായിട്ട്. എങ്കിലും ചെറിയ കാലത്ത് വളരെയധികം ദൈവത്തിന്റെ വചനങ്ങളെ പഠിപ്പിക്കുകയും പിന്നെ പ്രാർത്ഥനയിലൊക്കെ വളരെ മുമ്പോട്ട് നയിക്കുന്നതിന് ഞങ്ങളുടെ മാതാപിതാക്കൾ സഹായിച്ചതുകൊണ്ടും രാത്രിയിൽ എന്നും പ്രാർത്ഥിച്ചിട്ട് കിടക്കും. ഒരു ദിവസം രാത്രി ഞാൻ കുറേ സ്വപ്നങ്ങൾ കണ്ടു. ആകാശത്തിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നതും ആകാശത്ത് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. എനിക്ക് വളരെ ഭയപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അതിനകത്ത് കണ്ടു. അതിനുശേഷം പരുന്തിനെ പോലെ ഒരു വലിയ ഒരു ഒരു പക്ഷി, പരുന്താണെന്ന് ആണെന്ന് ഓർമ്മ, അതിങ്ങനെ ആകാശത്തോട് ഇങ്ങനെ പറക്കുകയും പ്രത്യേകമായ ഒരു ശബ്ദമുണ്ടാക്കുകയും മനുഷ്യർ സംസാരിക്കുന്ന പോലെയുള്ള ഒരു സംസാരത്തിൽ എന്തൊക്കെ വിളിച്ചു പറയുകയാണ്. അപ്പൊ തന്നെ ആകാശത്ത് ഇങ്ങനെ നമ്മുടെ ഈ മതിലിലൊക്കെ ഈ രാഷ്ട്രീയക്കാര് പരസ്യം എഴുതി വെക്കുന്നത് പോലെ വലിയ അക്ഷരത്തിൽ പെയിന്റ് ബ്രഷ് കൊണ്ട് എഴുതുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു രാജാവായി വരുന്നു, വേഗം വരുന്നു എന്നുള്ള ഒരു എഴുത്ത് എനിക്ക് ആകാശത്തിൽ ഇങ്ങനെ കാണുവാൻ തൊക്കെ ഇടയാക്കുന്നു. വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് ആകാശത്ത്. അത് കണ്ട് ശരിക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വളരെ ഭയത്തോടു കൂടി ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു മമ്മിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, അത് കർത്താവ് നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് കർത്താവിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത് കർത്താവ് യേശുവിനെ കുറിച്ച് നീ സാക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയുന്നതിനുള്ള ഒരു മുഖാന്തരം കർത്താവ് നിന്നെ കുറിച്ച് അറിയിക്കുന്നതാണ് എന്നൊരു കാര്യം മമ്മി പറയാനിടയായി. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥനയോടുകൂടി ആ ചെറുപ്പകാലം മുമ്പോട്ട് നീങ്ങി. അതിന് ശേഷം എൻ്റെ ഓർമ്മയിലുള്ള ബാല്യകാലത്തില് ഈ പ്രൈമറി സ്കൂള് സമയത്ത് ഉള്ള ഒരു മറ്റൊരു ഓർമ്മ എന്ന് പറയുന്നത്, ആ കാലങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും രോഗിയായിരുന്നു. മിക്കവാറും സമയത്തില് പനി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായ അസുഖം കൊണ്ട് ഞാൻ എന്നും ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പം ഓടി വന്ന് വീട്ടിൽ വരുമ്പോഴേ തളർന്ന് വീണു പോവുകയും മാതാപിതാക്കൾ എന്നെ എടുത്തുകൊണ്ട്, മമ്മിയായിരിക്കും മിക്കവാറും ഉള്ള സമയത്ത്. എനിക്ക് ഓർമ്മയുള്ളത് ഒരു 6-7 വയസ്സൊക്കെ ഉള്ളപ്പോൾ അല്പം ശരീരം പുഷ്ടിയൊക്കെ ഉണ്ട്, എങ്കിലും അന്ന് വാഹന സൗകര്യമില്ലാത്ത സമയത്തായിരുന്നതുകൊണ്ടും മാതാപിതാക്കൾ എടുത്തുകൊണ്ടാണ്, ചിലപ്പോൾ മമ്മി ഒറ്റയ്ക്കായിരിക്കും, പപ്പ വീട്ടിലില്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അതിനുശേഷം 5ാം ക്ലാസ്സിലേക്ക് ചേർന്നത് അടൂര് ബോയ്സ് ഹൈസ്കൂളിലാണ്. ഏകദേശം 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്കൂളാണ് ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ബോയ്സും ഗേൾസും അവിടെ 2 സ്കൂളുകളാണുള്ളത്. ബോയ്സ് ഹൈസ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ വർഷമൊക്കെ വളരെയധികം ഞാൻ പഠനത്തിൽ വളരെ മുമ്പോട്ടായിരുന്നു. വളരെ അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഒത്തിരി എന്നെ സ്നേഹിക്കുകയും എന്നോട് വലിയ കരുതലോടുകൂടി അവര് എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് വളരെ ഓർമ്മയുണ്ട്. എന്നാല് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ പോകുന്ന ഒരു ഹൈസ്കൂൾ തലത്തിലേക്കൊക്കെ നീങ്ങിയപ്പോഴത്തേക്ക് വളരെ ഒരു അല്പം വികൃതിയൊക്കെ ഉള്ള ഒരു കുട്ടിയായിട്ട് തീരുവാനിടയായി. അപ്പൊ ആ കാലത്ത് എൻ്റെ മമ്മിയുടെ ജ്യേഷ്ഠത്തി പന്തളം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ പന്തളത്ത് ഞങ്ങൾ വേനൽ അവധി സമയത്ത് അവിടെ പോവുകയും അവിടെ അവിടെയാണെങ്കിൽ 6 കുഞ്ഞു മക്കളാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കസിൻസ് ഒക്കെ ഒരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു.
ആ സമയത്ത് ദൈവം എന്നെ രണ്ട് പ്രാവശ്യം ആ ഒരു വേനൽ അവധിയിൽ പെട്ടെന്ന് മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചതായ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഒരു ദിവസം തന്നെ പന്തളത്ത് പോയ അവിടെ നിന്ന് ഞങ്ങൾക്ക് മമ്മിയുടെ അമ്മച്ചിയുടെ ഒരു സഹോദരി അതിനടുത്ത് എടപ്പോൺ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഐരാണിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു കുടുംബമാണ് അവരുടെ, പാറപ്പാട്ട് കുടുംബം. അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടെ അവിടെ നിന്ന് പന്തളത്തുനിന്ന് എല്ലാവരും കൂടെ നടന്നാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡില് ഒരു ഈ മടൽ കീറിയ മടൽ പൊളി എന്ന് പറയും, അതിന്റെ ഒരു പൊളി കഷ്ണം ഇങ്ങനെ റോഡിൽ കിടപ്പുണ്ടായി. ഞാൻ അത് എടുത്തിട്ട് ഇങ്ങനെ ഈ വണ്ടി പോലെ ഇങ്ങനെ റോഡിൽ ഒരറ്റം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അടുത്തൊരു ട്രാൻസ്ഫോമർ കണ്ടു. അപ്പൊ ഈ ട്രാൻസ്ഫോമർ വളരെ ഇങ്ങനെ ഒരു വലിയൊരു ശബ്ദം അതിനകത്ത് നിന്ന് കേൾക്കാറുണ്ട്. അപ്പൊ ആ ശബ്ദം കേട്ടുകൊണ്ട് എനിക്ക് എന്തോ ഒരു കുസൃതി തോന്നി. ഞാൻ പെട്ടെന്ന് അതിന്റെ ആ കമ്പിയിലോട്ട് ഇത് വെച്ച് ഒരു കുത്തു. ഈ കയ്യിലിരിക്കുന്ന പച്ചമടലിന്റെ പൊളിയാണ് അത്. അപ്പൊ അന്ന സമയത്ത് ചെരുപ്പൊന്നും ഇടാതാണ് പോകുന്നത്. അതിലേക്ക് കുത്തിയപ്പോൾ പെട്ടെന്ന് കരണ്ട് അടിച്ചിട്ട് ഒരു വലിയൊരു വിറയലോടുകൂടി എന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ ആ കമ്പ് കഷ്ണം തെറിച്ചുപോയി. അതല്ലായിരുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കരണ്ട് പ്രവഹിച്ചിട്ട് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകേണ്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം വല്യപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ ഒരുപാട് വഴക്ക് പറയുക, അടിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങള് പോയി. അടുത്ത ദിവസം പാറപ്പാട്ട വീട്ടിൽ അവിടെ വള്ളമൊക്കെ ഉണ്ട്. തൊട്ടടുത്തൂടെ അവർക്ക് തോടുണ്ട്, കരിമ്പൊക്കെ ഉള്ള ഒരു വീടാണ്. അപ്പം അവർക്ക് വള്ളം ഉള്ളത് കൊണ്ട് വള്ളം ഇങ്ങനെ സൈഡിൽ തോട്ടിന് അരികില് ഇട്ടിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ കണ്ടു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആരും അറിയാതെ പതുങ്ങി ഞാൻ പതുക്കെ ചെന്നിട്ട് ഈ വള്ളത്തിൽ കയറാമെന്നുള്ളൊരു ആശയില് പതുക്കെ ചെന്നു. വള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ കരയോട് അടുപ്പിച്ച് കിടക്കുകയാണ്. അപ്പൊ ഈ വള്ളത്തെ കയറുന്നതൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ട് വള്ളം ശരിക്കും കാണുന്ന അന്ന് അങ്ങനെ ആ സമയത്തൊക്കെയാണ്. അപ്പൊ അതിലേക്ക് കയറാൻ വേണ്ടി ഞാൻ കാല് ചവിട്ടുകയും വള്ളം അങ്ങോട്ടങ്ങ് നീങ്ങിപ്പോയി. പെട്ടെന്ന് ആ കുഴിയിലേക്ക്, നല്ല ആഴമുള്ള വെള്ളമാണ്, അതിലേക്ക് വീഴാൻ പോയി. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ദൈവത്തിന്റെ കരുണ കൊണ്ട് ആ വള്ളം കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. പക്ഷെ ഞാൻ ഈ പതുങ്ങി പോകുന്നത് ആരോ കണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് അവിടുന്ന് രക്ഷിക്കാൻ തക്കണം ഇടയായത്. അപ്പോഴിങ്ങനെ ഈ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് വളരെ ഭാരപ്പെടുന്ന ആ ഒരു സമയത്താണ് എന്റെ ശരീരത്ത് ഒരു തരം പ്രത്യേകമായ ഒരു പാട് ഇങ്ങനെ ഉണ്ടാകുക. എന്താണ്, വട്ടത്തിൽ ശരീരം മുഴുവനും പാടുകൾ വന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാന് പല ഹോസ്പിറ്റലൊക്കെ കൊണ്ടെങ്കിലും അതിന് പ്രതിവിധിയൊന്നും കാണാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞു, ഇത് ചിലപ്പോൾ ഈ ലെപ്രസിയുടെ വല്ല ഒരു പ്രശ്നമായിരിക്കാം. അത് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ലെപ്രസിയുടെ ഒരു സാനിറ്റോറിയം ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുപോയി ഒക്കെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി. പക്ഷെ അതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു കാലഘട്ടമായപ്പോൾ യാക്കോബായ വിശ്വാസം അനുസരിച്ച് മാതാപിതാക്കളൊക്കെ ഈ ഒരുപാട് നേർച്ചയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പള്ളികളിലൊക്കെ നേർച്ച കാഴ്ചകളൊക്കെ ഇടുവാനൊക്കെ ഇടയായിട്ടുണ്ട്. എങ്കിലും എന്റെ അസുഖത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഈ ശരീരത്തെ പാട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയം ഈ നേർച്ച കഴിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഈ പൂവൻ കോഴിയെ വെട്ടുകയും ഇങ്ങനെ മറ്റത് നിവേദിക്കുകയൊക്കെ ചെയ്യുന്നതായ ഒരു അനുഭവത്തിലേക്ക് ഞാനാണ് അതൊക്കെ ചെയ്യേണ്ടുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരു യാക്കോബായിലേക്ക് ഒരുപാട് പുണ്യവാളന്മാരുണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ട് നീ മെഴുകുതിരിയൊക്കെ കത്തിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അപ്പൊ അതനുസരിച്ച് ഞാന് വീട്ടിൽ വന്ന് പപ്പ എവിടെ ഒരു പെരുന്നാൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോയിട്ട് കിട്ടുന്ന ഫോട്ടോസ് എല്ലാം കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ഒരു വീടിന്റെ ഒരു മുറിയുടെ ഭിത്തി മുഴുവനും ഫോട്ടോകളായിരുന്നു. അവിടെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സന്ധ്യാസമയത്തൊന്നും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഇങ്ങനെ വീട്ടിലെ മറ്റു പ്രശ്നങ്ങൾ, സാമ്പത്തികമായ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി താല്പര്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് എന്റെ മമ്മി ഞങ്ങളുടെ തന്നെ പള്ളിയിലെ ഒരു അമ്മച്ചിയുടെ വീട്ടിലെ ഒരു പ്രാർത്ഥന വെച്ചിരുന്നു. അത് മർത്തോമക്കാരനായ ഒരു വളരെ പ്രായമുള്ള ഒരു അപ്പച്ചനാണ് ആ പ്രാർത്ഥന നടത്തിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് മമ്മി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവവചനം സംസാരിക്കുന്ന കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതൊരു യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. എല്ലാ ആൾക്കാരും ഉണ്ട്. അവിടെ പെന്തക്കോസ്തുകാരല്ല, മറ്റുള്ള യാക്കോബക്കാരും മർത്തോമക്കാരും ഒക്കെ ഉള്ളതായ ഒരു കൂട്ടായ്മ. പക്ഷെ വളരെ ശക്തമായ രോഗസൗഖ്യവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും വിടുതലുകളും ഒക്കെ നടക്കുന്ന ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനായിരുന്നു നടത്തിയത്.
ഈ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ട് എൻ്റെ മമ്മി വളരെ പാപബോധത്തോടെ നിലവിളിച്ചുകൊണ്ട് ദൈവസേനയിൽ ഏറ്റുപറയുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ മീറ്റിങ്ങുകളിൽ എല്ലാ ആഴ്ചയും ഉണ്ട്. ആ മീറ്റിങ്ങുകളിൽ കടന്നുപോയി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ രക്ഷാനിർണയവും പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് യാക്കോബ് പള്ളിയിൽ ഞാൻ പറഞ്ഞല്ലോ, മമ്മി അവിടുത്തെ പ്രാർത്ഥനാ സമാജത്തിന്റെ സെക്രട്ടറിയും പള്ളിക്കാര്യങ്ങളൊക്കെ വളരെയധികം ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നുകൊണ്ട് അവിടെ പള്ളിയിലുള്ള എല്ലാ ആൾക്കാരോടും പോയിട്ട് കർത്താവിനെ കുറിച്ച് പറയും, സുവിശേഷം പറയും, രക്ഷിക്കപ്പെടണമെന്ന് പറയും, മാനസാന്തരപ്പെടണമെന്ന് പറയും. അപ്പോൾ തന്നെ അവിടെ ഈ പള്ളിയിലെ പ്രാർത്ഥന കൂട്ടത്തിലെ സഹോദരിമാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് എന്താ പറയുക, പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിപ്പ് യോഗം പോലെയൊക്കെ നടത്തുവാൻ തക്കണം ഇടയായി. എന്നാൽ ആ ഒരവസ്ഥ യാക്കോബ് പള്ളിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുവാൻ തക്കണം ഇടയായി തീർന്നു. പള്ളിയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞങ്ങൾക്കെതിരായിട്ട് പെന്തക്കോസ്തുകാര് എന്നുള്ളൊരു നിലയിലേക്ക് കുടുംബത്തിനെതിരായിട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായി. എന്നാൽ അതേസമയം തന്നെ മമ്മിയുടെ പ്രാർത്ഥന കൊണ്ട് മമ്മിയുടെ ഇളയ 2 സഹോദരന്മാരാണുള്ളത്. മൂത്ത സഹോദരിമാര് 2 പേരുണ്ട്. അവരെല്ലാരെയും കർത്താവിന്റെ വചനം പറയുകയും അവരൊക്കെ മാനസാന്തരപ്പെടുകയും രക്ഷാനിർണയം പ്രാപിക്കുകയും ചെയ്യാനിടയായി. അപ്പൊ ഈ ഇളയ സഹോദരന്മാർ ഞങ്ങൾക്ക് അടുത്തുണ്ടായിരുന്നുകൊണ്ട് അവരുടെയും കുടുംബം എല്ലാവരും കൂടെ യാക്കോബ് പള്ളിയിൽ നിന്ന് പടിയിറങ്ങി മർത്തോം പള്ളിയിലേക്ക് പോയി അവരെ ജോയിൻ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിടെ കുറെ കൂടെ ഒക്കെ ഒരു ആത്മീയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ഒരു പള്ളിയായിരുന്നുകൊണ്ട് അന്നുണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല, പള്ളിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ പള്ളിയിൽ ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നതായ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മാറ്റപ്പെടുവാനിടയായി. 8ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ സമയത്ത് കസിൻസ് ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു സമയത്ത് വീട്ടില് ഒരു പണി നടക്കുകയാണ്. ഞങ്ങളുടെ വീട് ഒരല്പം മുകളിലൊരു സ്ഥലത്താണ്, താഴേക്ക് ഉള്ള ചരിവുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ താഴെ അറ്റത്ത് റോഡ് സൈഡിന്റെ അടുത്ത് നിന്നതായ ചില മരങ്ങളൊക്കെ വെട്ടിയിട്ട് അറക്കുകയാണ് ഒരു വലിയ എരുത്തില് പണിയാനായിട്ട്. അപ്പം ചെറിയൊരു എരുത്തിലാണ് ഉണ്ടായിരുന്നത്. അത് വലുതാക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ തടി അറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം അന്ന് വെക്കേഷൻ സമയമുണ്ട്, പപ്പ വീട്ടിലുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ തടികളൊക്കെ പറക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പപ്പ എന്നെ വിളിച്ചു. 1-2 പ്രാവശ്യം വിളിച്ചു താഴേന്ന്. ഞങ്ങൾക്ക് ശബ്ദം കേൾക്കാം, പക്ഷെ ഞങ്ങള് പിള്ളേരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയില്ല. വീണ്ടും പപ്പ വിളിച്ചു. ജോലിക്കാരെല്ലാം പോയതിനു ശേഷം പപ്പ കുറെ തടികളുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി പപ്പ ചിലപ്പോൾ പിടിച്ചടിക്കും എന്നുള്ളൊരു മുഖഭാവം കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഞാൻ ഓടി താഴെയൊക്കെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് നേരെ താഴെ പോയി. താഴെ ചെന്ന സമയത്ത് പപ്പ വീണ്ടും ഇറങ്ങി വന്നു. 2 വടിയും കൊണ്ടാണ് വന്നത്. അന്ന് ജീവിതത്തിലെ പപ്പ അത്രയും ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും എനിക്ക് എപ്പോഴൊക്കെ സന്തോഷങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമോ ആ സമയത്തൊക്കെ എന്നെ ഒത്തിരി ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതായ ഒരു അനുഭവം ജീവിതത്തിൽ ഒരുപാടുണ്ടായി. അതുപോലെയുള്ളൊരു അനുഭവം അന്ന് ഉണ്ടാകുവാനിടയായി. പപ്പ ഏതോ ഒരു പൈശാചിക ശക്തി ബാധിച്ചതുപോലെ എന്നെ ഒരുപാട് അടിച്ചു. 2 കൈകളും പുറകോട്ട് പിടിച്ച് കെട്ടിക്കൊണ്ട് എന്നെ അടിപ്പാനിടയായി. അപ്പം സഹോദരങ്ങള് കസിൻസ് ഒക്കെ മുകളിൽ നിന്നുകൊണ്ട് എണ്ണുകയാണ്. അവരാദ്യം ഇങ്ങനെ എനിക്ക് അടി കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷം കൊണ്ട് അവരിങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു. അവസാനം അവര് പറയുന്നത് ഏകദേശം 100 അടി അടിച്ചെന്നാ പറയുന്നത്. എന്റെ ശരീരം തുടയൊക്കെ 2 തുടയും പൊട്ടി ചോര വരാനിടയായി. എന്നിട്ട് പപ്പ നിർത്തില്ല, 2 ചൂരവടി ഒടിയുന്നവരെ എന്നെ അടിച്ചു. അപ്പൊ അതെനിക്കൊരു വലിയ പ്രയാസമായിട്ട് തോന്നി. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇനിയും ഇറങ്ങിപ്പോവാന്നുള്ളൊരു ചിന്തയിലേക്ക് മനസ്സ് വല്ലാതെ ഭ്രാന്ത് പിടിച്ച പോലെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. സകല ലോകത്തോടും എനിക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. 8ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയമാണ്. 9ലേക്ക് കയറിയില്ല. ജയിച്ചു 9ൽ ക്ലാസ് തുടങ്ങിയില്ല. ആ സമയത്താണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ഇനിയും ജീവിക്കണ്ടെന്നും ഒക്കെ ഉള്ളതായ ഒരു അവസ്ഥ എന്റെ എന്റെ ഹൃദയത്തിൽ ഭാരം തോന്നുവാനിടയായി. ആ ഒരു സമയത്താണ് എന്റെ മമ്മിയുടെ മൂത്ത ജ്യേഷ്ഠത്തി യുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. അപ്പച്ചൻ മരിച്ചുപോയാണ്. അത് കൊടശ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മച്ചി കെട്ടിച്ചിരുന്നത്. അവിടെ ബന്ധു വീട്ടിലേക്ക് ഞാനും അമ്മച്ചിയും കൂടെ പോകുമ്പോൾ അവിടെ യാക്കോബ് പള്ളിയുടെ ഈ സെമിത്തേരി ഒക്കെ ഉണ്ട്. അപ്പൊ അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ നടന്ന് അവിടെ പോയ സമയത്ത് ഈ സെമിത്തേരിയുടെ അടുത്തൂടെ പോകുമ്പോൾ ഏതോ ഒരു ശക്തി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ്, നിനക്ക് ആരുമില്ല, നീ ഒറ്റയ്ക്കാണ്, നിന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ എന്നോട് പറയുന്ന പോലെ തോന്നി. അന്ന് വളരെ മാനസികമായിട്ട് ഞാൻ വല്ലാത്തൊരു ഭാരത്തോടു കൂടിയാണ് തിരിച്ചു വന്നത്. ഈ സംഭവങ്ങളൊക്കെ എന്റെ ഹൃദയത്തിൽ വളരെ
ഒരു നിരാശപ്പെടുത്തുന്നതായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് 9ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴൊക്കെ എന്റെ പഠനം ഒരുപാട് ഉഴപ്പി. അന്ന് അടി കിട്ടിയതിന്റെ അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണെന്ന് പറഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് വെറിയിലൊന്നും പോയില്ല. ഞാൻ അടുക്കള വഴി വീട്ടിൽ കയറിയിട്ട് ഒരു കട്ടിന്റെ കീഴിൽ കയറി ഒളിച്ചിരുന്നു. അപ്പൊ ഞാൻ പുറത്തു പോകുന്ന എന്റെ പെങ്ങന്മാരൊക്കെ കണ്ടു. മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞാൻ എവിടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. സന്ധ്യ ആയതൊട്ട് കാണാഞ്ഞുകൊണ്ട് അവരെല്ലാം ഉള്ള ബന്ധുക്കളുടെ വീടുകളെല്ലാം അന്വേഷിച്ചു. അപ്പൊ ഞാൻ ഈ കയറിലൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ നീർറ്റൽ കൊണ്ട് ആ കട്ടിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. ഇവർ ഓടുന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാം. എങ്കിലും ഒരു പകയോടുകൂടി ഞാൻ അതൊക്കെ സഹിച്ച് അന്ന് രാത്രിയിൽ രാത്രി ഏകദേശം ഒരു 9 മണിയായപ്പോൾ മമ്മിക്ക് തോന്നി ഇത് കട്ടിന്റെ കീഴിൽ കാണും. അങ്ങനെ മമ്മി ഒരു ടോർച്ച് കൊണ്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഒരവസ്ഥ. പിന്നീട് അവരെന്നെ ഒത്തിരി ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. എങ്കിലും എന്റെ മനസ്സ് വളരെയധികം ഭാരത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോയി. പഠനം ഒരുപാട് ഉഴപ്പി. പറഞ്ഞ ആ സ്കൂളിൽ എന്റെ ടീച്ചേഴ്സൊക്കെ എന്നോട് വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന, വലിയ സ്കൂളാണെങ്കിലും പ്രത്യേകം ഒരു ആദരവ് തരുന്ന അല്ലെ സ്നേഹിക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷെ പിന്നീട് 9ലൊക്കെ വന്നപ്പോഴത്തേക്ക് വളരെ പഠനം ഉഴപ്പി. പിന്നീട് ആ വർഷത്തെ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകെട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ നിൽക്കുന്നവിടെയായിരുന്നു. വളരെ മോശമായ വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ വളരെ ആ രീതിയിൽ ആ 2 വർഷവും ഇങ്ങനെ കൂടുതൽ സമയവും ഡ്രാമയ്ക്കും മറ്റ് പരിപാടികൾക്കൊക്കെ വേണ്ടി സമയം ഉപയോഗിക്കുമായിരുന്നു. പിന്നെ എനിക്ക് വായനാശീലം എന്ന് പറയുന്നത് വളരെ വായിക്കുന്ന ഒരു 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 ആളായിരുന്നു. ഒത്തിരി എനിക്ക് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും. വീട്ടിൽ എന്തെങ്കിലും പൊതിഞ്ഞു കൊണ്ടുവരുന്ന ന്യൂസ് പേപ്പർ പോലും ഞാൻ കളയത്തില്ലായിരുന്നു. അത് മൊത്തം വായിച്ചിട്ട് കളയുള്ളൂ. അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കും. അപ്പൊ ലൈബ്രറിയിൽ നിന്ന് എപ്പോഴും ഒരുപാട് നോവലുകളൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവം അന്ന് ആ ചെറിയ കാലത്ത് ഉണ്ടായിരുന്നു. സ്കൂൾ ലൈബ്രറിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു വായനശാലയുണ്ട്. അവിടെ നിന്നൊക്കെ പുസ്തകങ്ങളൊക്കെ എടുക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു നിലയിലേക്ക്, ഒരു സാഹിത്യ രീതിയിലേക്ക് ഒരു വല്ലാത്ത ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എന്തൊക്കെ ഒരു വൈരാഗ്യം. അപ്പൊ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോഡൽ എക്സാമിന്റെ ഒക്കെ മുമ്പായിട്ട് എനിക്ക് വിരോധമുള്ള ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കുന്നത്. അപ്പം ആ ദിവസം അവസാനത്തെ ദിവസമാണ്, എനിക്ക് തോന്നുന്നു ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോ അവൻ എന്റെ ഫ്രണ്ടിലെ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പം പ്രിൻസിപ്പളാണ് ക്ലാസ് എടുക്കുന്നത്, മാത്സ് ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇവന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അവൻ എഴുന്നേറ്റ് നിന്ന് അതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൂർപ്പിച്ച ഒരു ഒരു പെൻസില് കയ്യിലെടുത്തിട്ട് ഇവൻ ഇരിക്കുന്നതിന് മുമ്പ് അത് അവന്റെ ബെഞ്ചിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആൻസർ പറഞ്ഞതിന് ശേഷം ഇവൻ പെട്ടെന്ന് ഇരുന്നപ്പോഴേ ഞാൻ ആ പെൻസിൽ പിടിച്ചു കൊടുത്തു. വളരെ ക്രൂരമായ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇത് അനുകരിക്കരുത്. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സമയത്ത് അതങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാൻ ഒക്കുന്ന ഒരു കാലഘട്ടമല്ല. അതുകൊണ്ട് ഒരിക്കലും അത് ആരും അനുകരിക്കരുതെന്നൊരു പ്രത്യേകമായ ഒരു അപേക്ഷയുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിലെ അത്രമാത്രം ക്രൂരമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അങ്ങനെ ഇരുന്നപ്പോൾ അവന് ശരിക്കും മുറിവ് പറ്റി. വളരെ പ്രിൻസിപ്പലിന്റെ ക്ലാസ് ആയതുകൊണ്ട് വളരെയധികം അവന് ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു. ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലുന്ന ഒരു ദേഷ്യത്തിലാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് മോശമായ ഒരു അവസ്ഥയിലേക്ക് ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് മരണത്തിന് എന്നോട് വലിയ ഇഷ്ടമാണ്. ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ 9ല് 10ൽ പഠിക്കുന്ന സമയത്താണ് വീടിനടുത്ത് ഒരു വലിയ ഒരു പ്ലാവിന്റെ മരം നിൽപ്പുണ്ട്. അപ്പൊ ആ മരത്തിന്റെ മുകളിലത്തെ ഒരു ശാഖയൊക്കെ വീടിന്റെ പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് ഇത് ഒടിഞ്ഞ് പുരപ്പുറത്ത്, ഓടിട്ട വീടാണ്, പുരപ്പുറത്ത് വീഴുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇത് വെട്ടിയിടണമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചപ്പോ ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ കയറി അത് വെട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 30 അടിയിൽ കൂടുതൽ ഉയരമുണ്ട്. അപ്പം ഞാന് വലിയൊരു വെട്ടുകത്തിയുമൊക്കെ ആയിട്ട് ഒരു വിധത്തില് ഏണി വെച്ചിട്ട് കയറി. അപ്പൊ ഏണി വെച്ചതിന് പിന്നെയും ഒരു 5-8 അടി ഉയരം പിന്നെയും ഉണ്ട്. അപ്പൊ ഏണിയുടെ മുകളിൽ നിന്ന് വീണ്ടും ഞാന് അന്ന് മരത്തിലൊക്കെ കയറാൻ നല്ല പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ അതിന്റെ മുകളിൽ കയറി ഒരു കമ്പ് വെട്ടിയിട്ടു. ഒരു കമ്പ് വെട്ടിയിട്ടിട്ട് അടുത്ത കമ്പ് വെട്ടുകയാണ്. അടുത്ത കമ്പ് വെട്ടുമ്പോൾ ഇത് ഒരുതരം ഈ പിരിയൻ എന്ന് പറയുന്ന ഒരു തടിയാണ്. അപ്പൊ അതിങ്ങനെ പിരിവുള്ളത് കൊണ്ട് രണ്ടാമത് ഞാൻ വെട്ടിയ വെട്ട് ആ കതിൽ കൊണ്ടിട്ട് തെറിച്ചു വന്നിട്ട് എന്റെ വലത്ത് കാലിന്റെ എല്ലിലിട്ട് അത് ആഴത്തിൽ തറച്ചു കയറി. വളരെ
ഇതായിട്ട് എല്ലിനകത്തേക്ക് വരെ ആ വെട്ട് കയറി. നല്ല മൂർച്ചയുള്ള വെട്ടുകത്തിയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഉച്ച സമയമാണ് ഇതുപോലെ രക്തം ചീറ്റി തെറിക്കുന്നത് കണ്ടുകൊണ്ട് താഴെ നിന്ന് മമ്മി പെട്ടെന്ന് ബോധം കെട്ട് വീഴുവാനിടയായി. ഞാൻ അവിടെ നിന്ന് വീഴുമെന്ന് കരുതി. പക്ഷെ ദൈവത്തിന്റെ എന്തോ ഒരു വലിയ കൃപയാണ്, കർത്താവ് എന്നെ താങ്ങിയതാണെന്ന് ഞാൻ എപ്പോഴും പറയും. അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ഞാൻ പതുക്കെ ഇറങ്ങി, ഏണി കൂടെ ഇറങ്ങി താഴെ വരുന്നവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. വീഴാൻ തക്കവണ്ണം ഇടയാകാതെ ദൈവം അവിടെ നിന്ന് എന്നെ സൂക്ഷിച്ചു. ഒരു പക്ഷെ അതിന്റെ മുകളിൽ നിന്ന് കാല് തെറ്റിയോ മറ്റോ വീണിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാന് ജീവിതകാലം മുഴുവനും ഒരു കിടപ്പ് അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യാവുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് കർത്താവ് എന്നെ അവിടുന്ന് വിടുവിപ്പാൻ ഇടയായി തീർന്നത്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഈ അടൂര് ഞങ്ങളുടെ സ്കൂളിന് അടുത്തുള്ള ഒരു ആന്റി, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന ഒരു ആന്റിയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആന്റി പറഞ്ഞു, മോനെ ഇവിടുത്തെ ലൈറ്റ് കത്തുന്നില്ല, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ പഴയ ഈ റൗണ്ട് ബ്ലോക്കിന്റെ പ്ലഗ് ആണ്, സോക്കറ്റ് ആണ്. അപ്പൊ ഞാൻ അത് നോക്കി അതിന്റെ പ്ലഗ് ഒക്കെ എടുത്ത് കറക്റ്റ് സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചിട്ട് മുറുക്കുകയൊക്കെ ചെയ്തിട്ട് അത് കുത്താൻ നോക്കിയപ്പോൾ അതിന്റെ പിൻ അല്പം അകന്നിരിക്കുക. ഞാൻ 2 പിന്നുകളും കൂടെ, അതായത് എന്റെ ഫേസും ന്യൂട്രലും കൂടെ ഒരുമിച്ച് ഞെക്കി പിടിച്ചുകൊണ്ട് ഇതിനകത്തിലേക്ക് കയറ്റി. സ്വിച്ച് ഓൺ ആയി കിടക്കുന്നതാണ്. അത് അങ്ങോട്ട് കയറ്റുകയും 2 ഫേസും ന്യൂട്രലും കൂടെ പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറിയാണ്. അത്രേ പിന്നെ എനിക്ക് അറിയുള്ളൂ. ബാക്കി എന്താ സംഭവിച്ചതെന്ന് കുറെ നേരം കഴിഞ്ഞാണ് ബോധം വീണത്. പത്തായത്തിന്റെ പുറത്ത് നിന്ന്, തടിയുടെ പുറത്ത് നിന്നാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് കറണ്ട് എടുത്ത് എറിഞ്ഞ് കുറേ ദൂരെ പോയി ഞാൻ വീണു. പിന്നീട് അത് അറിഞ്ഞ സമയത്ത് ആൾക്കാർ പറയായിരുന്നു, ഒരു പക്ഷെ തറയിൽ നിന്നായിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ ഞാൻ കരിഞ്ഞു നിൽക്കേണ്ടതായിരുന്നു. ഫേസ് നോട്ടിലും കൂടെ പിടിച്ചതാണ്. അത് ദൈവത്തിന്റെ ഒരു വലിയ കരുണയായിരുന്നു. അവിടുന്ന് ശക്തമായ കരണ്ട് അടിച്ചെങ്കിലും അവിടെ നിന്ന് എനിക്ക് ആപത്തുണ്ടാകാതെ, കൈക്ക് പോലും ഒരു മുറിവോ ഒന്നും ഉണ്ടാകാതെ അവിടുന്ന് ദൈവം എന്നെ വിടുവിപ്പാൻ തക്കണം ഇടയായിട്ട്. ഒപ്പം തന്നെ ആ സമയത്ത് തന്നെ ഞാൻ ആ വെക്കേഷൻ സമയത്താണ് പന്തളത്ത് എന്റെ കസിൻസ് ഒക്കെ അവിടെ പോകുമ്പോൾ അതിൽ കൂടെ ഒരു ആറ് പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഉച്ച സമയത്ത് അവിടെ കുളിക്കാൻ പോകും. അവിടെ കുളിക്കാൻ പോകുന്ന സമയത്ത് ഈ ആറ്റിൽ ഞങ്ങളെല്ലാം അവിടെ കളിക്കുന്ന സമയത്ത് അവിടുത്തെ എവിടെയാണ് താഴ്ചയുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ നീന്തൊന്നും അറിയത്തില്ലെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്ന് പോയ സമയത്ത് വലിയൊരു കുഴിയുടെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ ചെന്ന കാല് തെന്നി അതിനകത്തോട്ട് പോകാൻ തക്കവണ്ണം ഇടയായി. പിന്നെ അല്പം വെള്ളത്തിൽ മുങ്ങിയിട്ട് പെട്ടെന്ന് പൊങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു സഹോദരി കണ്ടു, ചേച്ചി അമ്മാവ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ മുടിക്ക് പിടിച്ച് അവിടുന്ന് പെട്ടെന്ന് വലിച്ച് കയറ്റുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ അതും ജീവിതത്തിൽ ഒരു മരണത്തെ നേരിട്ട് കണ്ടതായ ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം തന്നെ ഓരോ വർഷങ്ങളിലും ഇതേപോലെ ഒരുപാട് ഞാൻ വലുതായതിനു ശേഷം തന്നെ ഈ വർഷം തന്നെ അടൂർ വെച്ച് എൻ്റെ വാഹനം ഞാൻ ഓടിച്ചിരുന്നതായ ഒരു ആക്ടിവ ഒരു വണ്ടിക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാറിന് ക്രോസ് ചെയ്യണം, നല്ല തിരക്കുള്ള റോഡാണ്, ഒരു വിവാഹത്തിന് വേണ്ടി പെട്ടെന്ന് ധൃതി വെച്ച് പോകുന്ന സമയത്ത് ഞാൻ ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കാറ് പെട്ടെന്ന് വലത്തോട്ട് തിരിച്ചു. ഞാൻ അതിൽ ചെന്ന് ഇടിച്ചിട്ട് തെറിച്ച് റോഡിലേക്ക് വീണു. നേരെ ഓപ്പോസിറ്റ് നിന്ന് ഒരു ബസ് വരികയായിരുന്നു, അതിന്റെ നേരെ മുമ്പിലാണ് ചെന്ന് വീണു. ഒരുപക്ഷെ ഒരു നിമിഷം കൂടെ ഇതായിരുന്നെങ്കിൽ എന്റെ തലയിൽ കൂടെ വണ്ടി കയറിപ്പോയത്. കാരണം അതിന്റെ ടയറിന്റെ കീഴിലേക്കാണ് ഞാൻ ചെന്ന് വീണത്. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ ചണ്ഡീഗഡിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് സുഖത്തിന് ദൈവം വിടുവിപ്പാൻ തക്കണം ഇടയായിട്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കരുണ എന്റെ ജീവിതത്തില് ഇങ്ങനെ ഉണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പപ്പ പറഞ്ഞു, നിന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്, അതുകൊണ്ട് ഇനി നീ തുടർന്നുള്ള പഠിത്തമൊക്കെ സെമിനാരിൽ പോയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പത്തനംതിട്ട അരമനയിൽ കൊണ്ടുവന്ന് ആക്കാൻ തക്കണം ഇടയായിട്ട്. ഞാൻ ഒരുപക്ഷെ പപ്പായ്ക്ക് വിചാരിച്ചായിരുന്നാൽ അവിടെ എന്നെ പഠിപ്പിക്കാൻ നിസ്സാരമായിട്ട് അവിടെ ചെയ്യാൻ അവിടെ അതിന് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ കൊണ്ടുവന്നാക്കി. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ വളരെയധികം ഒരു റിബലായിട്ട് തീർന്നു. പള്ളിയിൽ പോകത്തില്ല. മർത്തോമ പള്ളിയിൽ ഞാൻ അങ്ങനെ എല്ലാവരും മർത്തോമയിലേക്ക് പോയെങ്കിലും ഞാൻ അവിടെ പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് അധികം ഓർമ്മയില്ല. വല്ലപ്പോഴും കാണാം നിർബന്ധത്താൽ ഒന്ന് പോകുന്നതല്ലാതെ പള്ളിയിൽ പോകാറില്ല, പ്രാർത്ഥനയില്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി. എന്നാൽ അവിടെ ചെന്ന സമയത്ത് അവിടെ സെമിനാരി പഠനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ആയിട്ട് അവിടെ താമസിക്കുകയാണ്. തിരുമേനിയോടൊപ്പം അവിടെ താമസിക്കുന്ന കാലത്ത് അവരിങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ യാക്കോബ പള്ളിയിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് മർത്തോമായി പോയ ഒരു കുടുംബത്തിലെ ഒരാളിനെ അവിടെ പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവര് പഠിപ്പിക്കുന്നതിന് അവര് തയ്യാറാകാഞ്ഞത് കൊണ്ട് ഞാൻ സെക്യുലർ പഠിത്തവുമില്ല, അവിടുത്തെ പഠിത്തവുമില്ല, അത് രണ്ടിന്റെയും കൂടെ നടുക്കായി തീർന്നു. അവിടുന്ന് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു, ഒരു പാരൽ കോളേജിൽ ജോയിൻ ചെയ്യാനിടയായി. ആ സമയത്തും വളരെ മോശമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും പലവിധമായ മോശ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്ന ഒരു എന്താ ഈ നാടകം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക്
രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വീട് പൂട്ടിയിട്ടിട്ട് അമ്പലത്തിലൊക്കെയുള്ള ബാലയും നാടകവും ഒക്കെ കാണാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എങ്ങനെയായിരുന്നാലും ഒരു വിധത്തില് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമായിട്ട് അന്ന് പ്രീ ഡിഗ്രി ആണതിന് ശേഷം ഇലക്ട്രോണിക്സിന് ഒരു ഡിപ്ലോമ നേടുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ ചെറിയൊരു ജോലിയുമായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മമ്മിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയും കുടുംബവും മോനും കൂടെ അവിടുത്തെ അപ്പച്ചൻ മരിച്ചതാണ്. അമ്മച്ചിയും മോനും മരുമകളും കൂടെ നാട്ടിൽ വന്നു. അവർ നാട്ടിൽ വന്നതിന് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി. അവർ ആ കുഞ്ഞിന്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിലാണ് നാട്ടിൽ വന്നത്. അവിടുന്ന് അവർ മടങ്ങി പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ കൂടെ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ഒരു തോന്നിയതുപോലെ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു യേശുവിന്റെ സ്പർശനം ഉണ്ടാകുവാൻ തക്കണം ഇടയായിത്തീരുന്നത് ആ യാത്രയാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് ഒരാഴ്ചക്കകത്ത് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ചണ്ഡീഗഡിലേക്ക് പോയി. കാരണം എനിക്ക് ഇവിടെ അന്ന് ഈ ടിവിയുടെ ആന്റിനയുടെ ഒക്കെ ഒരു ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഇലക്ട്രോണിക്സിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവധി ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അവരെന്നോട് ഒത്തിരി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരാഴ്ചയല്ല മാക്സിമം 2 ആഴ്ചക്കകത്ത് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എങ്കിലും ചണ്ഡീഗഡിൽ ചെന്നപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ എന്താ അടുക്കും ചിട്ടയുമുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു വേറൊരു അവസ്ഥയിലേക്ക് മാറുവാൻ ഇടയായിത്തീർന്നു. കാരണം അവിടെ എല്ലാം ഞായറാഴ്ചയും രാവിലെ ഉപവാസത്തോടുകൂടി പള്ളിയിൽ പോകണം. അതുപോലെ ബുധനാഴ്ച പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ച വീട്ടിൽ വെച്ച് പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ ചേട്ടനും ചേട്ടത്തിയും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അമ്മച്ചി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ മമ്മിയാണ് അമ്മച്ചിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അമ്മച്ചി ഈ ചേട്ടനും ഒക്കെ അവിടെ ചെന്നിട്ട് അവര് സ്നാനപ്പെട്ടു അവിടെ ഒരു IPC സഭയിൽ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്നാനത്തിലേക്ക് വരുന്നത് ഈ അമ്മച്ചിയും ചേട്ടനുമാണ്. അങ്ങനെ അവരുടെ ഒരു നിർബന്ധത്താൽ എനിക്ക് അവിടെ പെന്തക്കോസ്ത് സഭയിൽ പോകേണ്ടതായിട്ട് വന്നു. അവിടുത്തെ പാസ്റ്റർ മിക്കവാറും വീട്ടിൽ വരുമ്പോഴെന്നോട് ആദ്യം സ്നാനത്തെ കുറിച്ചാണ്. ഞാൻ ആ പാസ്റ്ററുമായിട്ട് ഒരുപാട് തർക്കിക്കുമായിരുന്നു. ഞാൻ പറയും, സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതിനുള്ള ഒരു മുഖാന്തരം ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഒരുപാട് തർക്കിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൊഹാളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് എനിക്ക് JCT എന്നൊരു ഫാക്ടറി ഉണ്ട്. ഈ കളർ പിക്ചർ ട്യൂബ് ഉണ്ടാക്കുന്നതായ ഫാക്ടറിയാണ്. എനിക്ക് അവിടെ ജോലി ലഭിക്കാനിടയായി. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മൊഹാളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വേറെ 2-3 കൂട്ടുകാരോടൊപ്പം താമസിക്കുന്ന സമയത്താണ് ഈ അവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കുമായിരുന്നു. അവർ അടൂരുകാരാണ്. അവിടുത്തെ ആന്റി അടൂരുകാരായതുകൊണ്ട് ഞാൻ അവിടെ പോവുകയും അറിയാവുന്നവരൊക്കെ ആയിരുന്നു. അവരുടെ ഒപ്പം പോവുകയും ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ചില ദേവദാസന്മാരൊക്കെ വന്നു. അവര് വചനം സംസാരിക്കുന്നവർ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയാണല്ലോ. അപ്പൊ അവര് ക്ഷണിച്ചതനുസരിച്ച് ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു പോകാനില്ല. അവിടെ ചെന്ന് ഈ ദൈവത്തിന്റെ വചനം രാത്രിയിലാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വരുന്ന മീറ്റിംഗ് ആണ്. രാത്രിയിലത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആ വചനം ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനിടയായി തീർന്നു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഞാൻ ഒരു പാപം ചെയ്ത ഒരു വ്യക്തിയാണ്, അല്ലെ പാപിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുവാനും ആ പാപബോധം കൊണ്ട് എൻ്റെ ഈ കല്ല് പോലെ ഇരുന്നതായ എൻ്റെ ഹൃദയം ഒരുമാതിരി അലിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പാപബോധത്തോടുകൂടി ഒരു കുഞ്ഞിനെ പോലെ അവിടെ ഇങ്ങനെ തേങ്ങി കരയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവം ആഴമായ ഒരു മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ തന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തെ ഞാൻ ഏറ്റുപറഞ്ഞു. ദൈവത്തോട് എൻ്റെ കുറവുകളൊക്കെ ഏറ്റുപറയാനിടയായി. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുത പ്രവൃത്തി ചെയ്തു. അങ്ങനെ 1988 സെപ്റ്റംബർ മാസം 11-ാം തീയതി നടന്ന ആരാധനയിൽ വെച്ച് ഞാൻ സഭയുടെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ചു. പ്രാർത്ഥിപ്പാനും സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അടുത്ത ഞായറാഴ്ച 18-ാം തീയതി സെപ്റ്റംബർ 18-ാം തീയതി നടന്ന സ്നാന ശുശ്രൂഷയിൽ ചണ്ഡീഗഡിലെ സുഖ്ന എന്ന് പറയുന്ന ഒരു ലേക്കാണ്. അവിടെ വെച്ച് യേശു കർത്താവിനെ പരസ്യമായി സാക്ഷിപ്പാൻ കർത്താവ് എനിക്ക് ഇടയാക്കി തന്നു. അന്ന് വരെ വലിയൊരു പാപിയായിട്ട് ജീവിച്ച, വളരെ ചെറുപ്പകാലത്ത് കർത്താവിനെ അറിഞ്ഞെങ്കിലും പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് കടന്നുപോയതായ എന്നെ കർത്താവ് രക്ഷിച്ചത് ഒരു വലിയൊരു ജീവിതത്തിന് മാനസാന്തരം, ഒരു രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തരുവാനിടയായി. ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, നിന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ നിനക്ക് തന്നതായ ദർശനങ്ങൾ എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവനാണെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. നല്ല ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പിന്നെയും അവിടെ തന്നെ ജോലിയുള്ള ബന്ധത്തിൽ തുടർന്നെങ്കിലും
JCT-യിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് നട്ടലിനൊരു വലിയ വേദന ഉണ്ടായി. കാരണം പിക്ചർ ട്യൂബിന്റെ ടെസ്റ്റിങ്ങിലാണ് എനിക്ക് ജോലി ഉണ്ടായിരുന്നത്. മിക്കവാറും ഒരു 6-7 മണിക്കൂറുകൾ നിന്നുകൊണ്ട് വേണം ഈ ജോലി ചെയ്യുന്നത്. അങ്ങനെ നട്ടലിൽ ഒരു വലിയ വേദന, ഭയങ്കരമായ വേദന ഉണ്ടായിട്ട് ചണ്ഡീഗഡിലെ PJ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിറ്റ് ആയി. എന്നാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും കുറേ ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങനെ പോയി. ഞാൻ പിന്നെ അവസാനം അവിടുത്തെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ചണ്ഡീഗഡിലേക്ക് തിരിച്ചു വന്നു. ചണ്ഡീഗഡിൽ വന്നിട്ട് ആ സമയത്ത് കുറച്ചുനാൾ ജോലി ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഈ മെറ്റൽ ഡിറ്റക്ടർ ഡെവലപ്മെന്റ് ചെയ്യുന്നതായ ഒരു ഫാക്ടറിയാണ് ഇതിലെ കമ്പനിയിൽ എനിക്ക് അതിന്റെ ലാബൊക്കെയാണ്. അവിടെ എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ആ സമയത്തൊക്കെ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് നീ സമർപ്പിക്കുക, ദൈവത്തിന്റെ കർത്താവിനോട് ചേർന്ന് നടക്കണമെന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ദൈവാത്മാവിനോട് ഓർമ്മിപ്പിക്കുമായിരുന്നു. എന്നാൽ അപ്പൊ തന്നെ ഞാൻ 1989 ആദ്യ സമയത്താണ് എനിക്ക് മിസോറാമിലേക്ക് ജോലിയുമായിട്ട് കടന്നു പോകാൻ, STS-ൽ തന്നെ മിസോറാമിലെ എൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ഐസോളിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ ഐസോളിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സെക്യൂരിറ്റി ചുമതലകൾ എനിക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അവിടെ ഒരു ആത്മീയ കൂട്ടായ്മകൾ എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരുവിധമൊക്കെ ഒരു ലൂസ് ലൈഫിലാണ്. ഇംഗ്ലീഷ് ടൈപ്പിലുള്ള ഒരു ജീവിതമാണ് മിസോറാമിൽ. അവിടെ കൂടുതൽ സംസാരിക്കുന്ന ഇംഗ്ലീഷാണ്. അപ്പോ എനിക്കൊരു ആത്മീയ കൂട്ടായ്മ ലഭിക്കാഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ സാധ്യമല്ല, എൻ്റെ ജോലി തീർന്നു കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുന്നു പറഞ്ഞു. അങ്ങനെ തിരിച്ച് ചണ്ഡീഗഡിലെത്തി. ചണ്ഡീഗഡിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്ക് പല സ്ഥലങ്ങളിൽ പഞ്ചാബിലും അതുപോലെ രാജസ്ഥാനിലൊക്കെയാണ് ജോലി പലപ്പോഴും ഉണ്ടായിരുന്നത്. നല്ല ഒരു ജോലി ആയിരുന്നെങ്കിലും ആ ജോലി ആസ്വദിച്ച് ഞാൻ ചെയ്യുകയാണെങ്കിലും എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോകാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് ആ ജോലി റിസൈൻ ചെയ്യാനിടയായി. ആ ജോലി റിസൈൻ ചെയ്തിട്ട് പിന്നീട് ഒരു നിക്കോളാസ് എന്ന് പറയുന്ന മെഡിക്കൽ കമ്പനിയിൽ ഞാൻ ഓഫീസിലെ സ്റ്റാഫായിട്ട് കയറി. അന്ന് കമ്പ്യൂട്ടറൊക്കെ ആദ്യമായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അവരെനിക്ക് ബോംബെയിൽ അയച്ചിട്ട് എനിക്ക് ട്രെയിനിങ് തന്നു. അവിടെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് കർത്താവ് എന്നോട് വീണ്ടും സംസാരിച്ചത്. അപ്പൊ ഞാൻ ദൈവസേനയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണെന്ന് ആരും പറയാനിടയാകരുത്. കർത്താവ് എനിക്ക് നല്ലൊരു ജോലിയൊക്കെ തന്നു കഴിയുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങും. പക്ഷെ ഇവിടത്തെ ജോലി കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇതൊക്കെ മറന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ഓഫീസിന്റെ അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അത് ഫ്ലോപ്പിയിലാണ് അന്ന് അയക്കുന്നത്. അന്ന് ഫ്ലോപ്പിയിലാക്കിയിട്ട് അത് ഞങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ബോംബെയിലെ ഹെഡ് ഓഫീസിലേക്ക്. അങ്ങനെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുത്തു. എന്നാൽ അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോയതുപോലെ എനിക്ക് ഒന്നും അതിനകത്തൊന്നും കിട്ടുന്നില്ല. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആകെപ്പാടെ വലിയ ടെൻഷനായി. ഓഫീസർ വന്നിട്ട് അത് നോക്കാൻ വേണ്ടി എൻ്റെ അടുത്തത് എന്താ പറ്റിയെന്ന് അറിയാൻ വെച്ചാൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. എനിക്ക് ഒരു ജോലിയുടെ ഒരു വലിയ പ്രശ്നമുണ്ടാകും. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസത്തെ കംപ്ലീറ്റ് അക്കൗണ്ട്സ് ആണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടെന്ന് ചെറിയൊരു മൊപ്പഡ് മറ്റും ഉണ്ട്. അത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് രാത്രിയിൽ ഞാൻ ഒരു വഴിക്ക് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നീ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് സന്തോഷം ഉണ്ടാവുമ്പോഴെല്ലാം എന്തെങ്കിലും ദുഃഖത്തിന്റെ ഒരു അവസ്ഥയിൽ കൂടെയാണല്ലോ പോകുന്നത്. ഇങ്ങനെ കർത്താവ് ഞാൻ കരഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ഇങ്ങനെ വളരെ ഭാരത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ കരയാം. അപ്പൊ ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് കൃത്യമായിട്ട് ഇടപെട്ടു. കർത്താവിന്റെ ആത്മാവ് ഒരു കൃത്യമായ ഒരു ശക്തിയോട് എന്നോട് പറഞ്ഞു, ഇനി നിനക്ക് ജോലി വിട്ടിട്ട് എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ ആ വഴിയിൽ നിന്നുകൊണ്ട് ദൈവസേനയിൽ എന്നെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഓഫീസിൽ വന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഫ്ലോപ്പി ഇട്ടിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ കംപ്ലീറ്റ് ഡേറ്റാസ് അതിനകത്തിലുണ്ടായിരുന്നു. അതൊരു വലിയൊരു അത്ഭുതമാണ്. അത് തലേ ദിവസം ഒരു ദിവസം മൊത്തം നോക്കിയിട്ട് കാണാതിരുന്ന. അപ്പൊ അതൊരു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. കർത്താവിന്റെ ഒരു പ്രവൃത്തിയാണല്ലോ, എൻ്റെ ജീവിതത്തിൽ സമർപ്പണത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് കരുതി ഞാൻ ദിവസത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അപ്പൊ തന്നെ ഞാൻ ഓർത്തു, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങുന്നതെന്ന് അറിയാതെ ഞാൻ ഭാരത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു ദേവദാസനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ബൈബിൾ എടുത്തിട്ട് ഒരു വാക്യം വായിക്കാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30-ാം വാക്യമായിരുന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് വായിക്കാൻ പറഞ്ഞു.
ഞാൻ ആ വാക്യം എടുത്ത് വായിച്ചപ്പോൾ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്രയധികം എന്നായിരുന്നു ശലോമോനെ കുറിച്ചൊക്കെയുള്ള ആ ഭാഗം ആ മുകളിൽ നിന്ന് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്നുള്ള ഒരു വാക്യമായിരുന്നു. ആ മുകളിൽ നിന്ന് ഞാൻ താഴ്ത്ത് വായിച്ച് 30-ാമത്തെ വാക്യം വായിച്ചപ്പോഴത്തേക്ക് ഒരു വലിയ ഷോക്ക് അടിക്കുന്ന പോലെ, ഞാൻ പല പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ എന്താ പറയുക ഇടിവെട്ടുന്നത് പോലെ അത് എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നവനെ ദൈവം ശ്രേഷ്ഠമായിട്ട് നടത്തും. ശലോമോനേക്കാൾ ഉപരിയായി വയലിലെ പുല്ലിന് സൗന്ദര്യം കൊടുക്കുന്ന ദൈവത്തിന് അസാധ്യമാണോ എന്നുള്ള ചോദ്യം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ട് കർത്താവിന്റെ മുമ്പിൽ എന്നെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ജോലിയൊക്കെ വിട്ടിട്ട് നാട്ടിലേക്ക് വന്നു. എനിക്ക് ഡെറാഡൂണിൽ ഒരു അഡ്മിഷൻ ക്രമീകരിച്ചെങ്കിലും ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നപ്പോഴും മണക്കാല FTSൽ ആ സമയത്ത് ഇന്റർവ്യൂ എടുക്കുന്ന സമയമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു അങ്കിള് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അങ്ങനെ FTSൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. വീണ്ടും ഞാൻ ചണ്ഡീഗഡിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. FTSൽ വചന പഠനത്തിനായിട്ട് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ആ സമയത്ത് കർത്താവ് എന്റെ ജീവിതത്തിൽ തന്ന ഈ ഒരു വാക്യം എന്നെ ഒത്തിരി ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. എന്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും മറ്റു മനുഷ്യരോട് ഒരിക്കലും ചോദിക്കരുതെന്നുള്ളതായ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആ വിശ്വാസത്തിൽ വന്ന കാലഘട്ടത്തിൽ കർത്താവിന്റെ ദാസൻ PG വർഗീസ് അങ്കിളിന്റെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പൊ അതിനകത്തുള്ള വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുന്ന, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനിടയായി തീർന്നു. പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ആ സമയത്ത് കിട്ടുന്ന മാഗസിനുകളും വചനങ്ങളുമായിരുന്നു ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം FTSലാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഫീസൊക്കെ കറക്റ്റ് ടൈമിന് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടി എടുത്തോണ്ട് പോകാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ആദ്യത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വന്നു. സെക്കൻഡ് സെമസ്റ്റർ വന്നപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് ആരോടും പറയാൻ പറ്റില്ല, വീട്ടിലോട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനായിരുന്ന ദേവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചാപ്പലിൽ ഇരിക്കുകയാണ്. ലാസ്റ്റ് സമയം കഴിഞ്ഞു. ചാപ്പലിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാബു നിന്നെ രജിസ്ട്രാർ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ഫീസ് അടയ്ക്കണമെന്ന് ലാസ്റ്റ് ടൈമായി. അപ്പൊ ഞാന് അപ്പോഴും കുറച്ചും കൂടെ സമയം കഴിഞ്ഞു. പിന്നീട് ഞാൻ അവിടെ ഓഫീസിലേക്ക് വന്ന സമയത്ത് അന്ന് ജോയ് സാറാണ്, ജോയിം ജോർജ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനാണ് രജിസ്ട്രാർ. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാളുടെ പിന്നെ ഫോം എന്താണ് പൂരിപ്പിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 1 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇയാളെ ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ പൈസ ഇനി എത്തിയില്ല, 1 മണിക്കൂറുടെ വേണം. സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പൈസ ഇവിടെ അടച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ മണക്കാലിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയാണ്. എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തുള്ള കാര്യമായിരുന്നു. അന്നേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുവാനിടയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവിടെ ഞങ്ങളുടെ സഹപാഠികളൊക്കെ ചേർന്ന് നവ്യദൂത് ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടീം രൂപീകരിച്ചു. ഞങ്ങൾക്ക് കിട്ടുന്ന ശനിയാഴ്ചകളും ഞായറാഴ്ചകളും എനിക്ക് വീടിനടുത്താണ്. എങ്കിലും ഞാൻ വീട്ടിൽ പോവാതെ ഞങ്ങള് വർക്കിന് വേണ്ടി പോകുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഓണം, ക്രിസ്മസ് ഒക്കെ സമയത്ത് വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ സൈക്കിളുകളൊക്കെ എടുത്തിട്ട് അതില് സ്പീക്കറും ഒക്കെ വെച്ച് കെട്ടി ഓരോ സ്ഥലങ്ങളിൽ ഔട്ട്റീച്ച് നടത്താനായിട്ട് കടന്നു പോകാനായിട്ട് ഇടയായി. അതൊരു വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ. ഒത്തിരി സ്ഥലങ്ങളിൽ പുതുതായിട്ട് പോകാനും ദൈവവചനം ഷെയർ ചെയ്യാനും കർത്താവ് എനിക്ക് ഇടയാക്കി തീർത്തു. 1995 ഡിസംബർ 25-നാണ് എന്റെ വിവാഹം നടന്നത്. മണക്കാലയിൽ ആ സമയത്ത് ഒരു കോളേജ് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഞാൻ കൊട്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയ പ്രവർത്തനവുമായിട്ട് കടന്നു പോവുകയും ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വിവാഹം നടന്നത്. ദൈവത്തിന്റെ കൃപയാല് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് എനിക്ക് തന്നു. 97-ൽ എന്റെ ഗ്രാജുവേഷന് ശേഷം ആദ്യമായിട്ട് ഞാനന്ന് ഏനാത്തിനടുത്ത് കൈതപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്ക് സഭാ ശുശ്രൂഷ പഠനത്തോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലഭിക്കാൻ തക്കണം ഇടയായി. അങ്ങനെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ചാൻസ് വരുന്നത്. അവിടുന്ന് മണക്കാലയിൽ നിന്ന് കർത്താവിന്റെ തങ്കച്ചൻ ബാസ് എന്നെ വിളിച്ചിട്ട് ഞങ്ങളെ അവിടേക്ക് അയച്ചു. അങ്ങനെ 97-ൽ ഹൈദരാബാദിലേക്ക് പോയെങ്കിലും എനിക്ക് അവിടെ തുടരാനായിട്ട് പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി. അത് സഭാപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് മോൾക്ക് 1 വയസ്സ് പോലും ഇല്ല. ഞങ്ങൾ അവിടെ നിന്ന് കാക്കിനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മോൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായി. അവൾക്ക്
വയറിളക്കവും ഛർദിലും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. കുഞ്ഞിനെ കൊണ്ട് അവിടെ നിൽക്കാനൊക്കാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ കോച്ച് സാർ അവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ പ്രത്യേകമായ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ പോകാനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 97ന്റെ അവസാനം ഞാൻ വീണ്ടും ചണ്ഡീഗഡിലേക്ക് മടങ്ങി വന്നു. ചണ്ഡീഗഡിലെ കർത്താവിന്റെ ദാസൻ എന്നെ സ്നാനപ്പെടുത്തി MD സാമുവൽ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനോടൊപ്പം ശുശ്രൂഷയിൽ അവിടെ ഒരു ഹാർവസ്റ്റ് തിയോളജിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കോളേജ് അവിടെ ആരംഭിച്ചു. ആ സമയത്താണ് ആരംഭിച്ച് ഞാൻ അതിന്റെ ആദ്യം മുതൽ അവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. ഒപ്പം തന്നെ ശുശ്രൂഷയിലും കർത്താവ് ബലപ്പെടുത്തി. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്നതായ നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള നേപ്പാളുകാരൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരുമായിട്ട് ഞങ്ങൾ 1999 ആദ്യമായിട്ട് ജമ്മുവിലേക്ക് പോന്നു. ജമ്മുവിലേക്ക് പോയി അവിടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 2000-ലാണ് എനിക്ക് മോൻ ജനിക്കുന്നത്. മോനുമായിട്ട് ഞങ്ങൾ ചണ്ഡീഗഡിലത്തെ ആ കൊടും തണുപ്പിൽ അവിടെ വന്ന സമയത്ത് മോന് ന്യൂമോണിയ ബാധിച്ചു. കൊച്ചു കുഞ്ഞാണ്, ഒരു 2 മാസം പ്രായമുള്ളൂ. അവന് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ന്യൂമോണിയ ബാധിച്ചിട്ട് ഒരു തരത്തിലും അവന് സൗഖ്യമാവുന്നില്ല. പിന്നെ ഞങ്ങൾ അവസാനം അവിടെയുള്ള ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെയും വൈകിട്ടും ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പൊ ഇത് നല്ല വിലയുള്ള ഇഞ്ചക്ഷനാണ്, ഞങ്ങൾക്ക് അത്രയും ഇഞ്ചക്ഷൻ വാങ്ങിക്കാനുള്ളതായ പൈസ ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എടുക്കുമായിരുന്നു, ഇടയ്ക്ക് എടുക്കാതെ വന്നു. അപ്പൊ ഇവന് അസുഖം കുറയാതെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിങ്ങളുടെ കൊച്ചിന്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ മറ്റ് നിവൃത്തിയില്ല. എങ്കിലും കുറെ ദിവസങ്ങൾ രാവിലെയും വൈകിട്ടുമായിട്ടുള്ള ഇഞ്ചക്ഷന് ഓരോ തൊടയിലും മാറി മാറി എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞ് വളരെയധികം മോശമായി, അവന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ഒരു ദിവസം അവന് ഇങ്ങനെ അവിടെ കിടത്തിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് ശ്വാസം നിന്നുപോയി. ശ്വാസം നിന്നപ്പോൾ ഞാൻ കോളേജിലാണ്, എൻ്റെ വൈഫ് കുഞ്ഞിനെ അവിടെ തറയിൽ കിടത്തിയിരിക്കുകയാണ്. അവന്റെ ശ്വാസം നിന്നുപോയി. ശ്വാസം നിന്നുപോയപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുഞ്ഞിനെ അവിടെ തന്നെ കിടത്തിയിട്ട് അവിടുന്ന് ഓടി കോളേജിലേക്ക് വന്നു. ഞങ്ങള് വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് അവസാനം ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിട്ട് ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മലയാളിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ദിവസത്തേക്കുള്ള നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹോമിയോയുടെ മരുന്ന് തന്നു. ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് കൊടുക്കേണ്ടതാണ്. ദൈവത്തിന്റെ കൃപയാൽ അവിടെ ആ കുഞ്ഞ് മരണത്തിൽ നിന്ന് ദൈവം അവന് ശ്വാസം തിരിച്ചു നൽകി. അന്ന് ഞങ്ങൾ ദൈവസേനയിൽ അവനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവിന്റെ ഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് അവനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ വളരെ അവന് ദൈവം സൗഖ്യം കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുഞ്ഞിനെ മരണത്തിന്റെ കരങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തിരിച്ചു തന്നു. അതിനുശേഷം ചില നാളുകൾ കൂടെ അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ നോർത്ത് ഈസ്റ്റില് വെസ്റ്റ് ബംഗാള്, നേപ്പാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും പഴയ ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനൊക്കെ ദൈവം ഇടയാക്കി. അവിടെയൊക്കെ പോയി ട്രൈബൽസിന്റെ ഇടയിലൊക്കെ പ്രവർത്തനവുമായിട്ട് പോകാനും എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരെയൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്താനും അവരുടെ മിഷൻ ഫീൽഡിൽ പോയി പ്രവർത്തിക്കുന്നതിനൊക്കെ കർത്താവ് സഹായിച്ചു. ശേഷം വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ശോധനകൾ ഉണ്ടായിട്ടുണ്ട്. സഭാപരമായിട്ടൊക്കെ പല 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 ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റിയില്ലല്ലോ. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ ദൈവം നടത്തി. 2001 മണക്കാലയിൽ നിന്ന് കോച്ച് സാറ് പറഞ്ഞതനുസരിച്ച് ജമ്മുവിലേക്ക് പോകാൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ജമ്മുവിൽ പോകാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഒരു ദേവദാസിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങളെ കണ്ടതും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാൻ പോകണം. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അത് ഇദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ തലയിൽ കെട്ടുള്ള ഒരു ആൾക്കാരുടെ മധ്യത്തിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം അവിടെയുള്ള സിഖുകാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളെ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു, അവിടെ മണക്കാലെ പറഞ്ഞു. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഞങ്ങള് അവിടേക്ക് പോയി. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ചണ്ഡീഗഡ് ഞങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങൾ അവിടെ വന്ന് ഈ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പറക്കി, കുഞ്ഞുങ്ങള് 2 കുഞ്ഞുങ്ങളാണ്, മോനന്ന് 2 വയസ്സേ ഉള്ളൂ. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, എവിടെ ചെന്ന് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വിശ്വാസത്തോടെ കണ്ണുമടച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് അവിടേക്ക് ബസ്സിന് ആണ്, ചണ്ഡീഗഡിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ദേവദാസനെ എനിക്കറിയാം. അങ്ങനെ ഞാൻ വിജയ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ ചില ദിവസങ്ങൾ താമസിച്ചു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്. അവിടെ നിന്ന് പിന്നെ മറ്റൊരു ദേവദാസന്റെ ഭവനത്തിലേക്ക്, കർത്താവൻദാസൻ എജിയുടെ അവിടുത്തെ വളരെ പഴയ ഒരു ദേവദാസനാണ് ജോർജ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ എജി ചർച്ചിന്റെ. ഇന്ന് അവിടെ നല്ല ചർച്ചുകളൊക്കെ ആയി.
എന്നാൽ ആ സമയത്ത് അവരും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞങ്ങളെ താമസിപ്പിച്ചു. ഒരു മുറി എടുക്കാൻ പോലും ഒരു 500 രൂപ ഉണ്ടെങ്കിൽ അന്ന് ഒരു റൂം എടുക്കാം. പക്ഷെ 500 രൂപ കൊടുത്ത് ഒരു റൂം എടുക്കാൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് മറ്റു പലരുടെയും വീടുകളിൽ താമസിക്കേണ്ടി വന്നു. ഒരുപാട് പ്രയാസത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പഴ് ഞങ്ങൾക്ക് അവിടുന്ന് ഉദംപൂരിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ഞങ്ങളെ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം അവിടെ ദൈവവചനം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് ഒരു ഗിഫ്റ്റ് തന്നു. ഈ പൈസയുമായിട്ട് വന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഒരു ഒറ്റ മുറിയുടെ ഒരു വാടകയ്ക്ക് ഞങ്ങൾ എടുത്തു. ഒരു മുറിയാണ്. ആ മുറിയാണ് ബെഡ്റൂമും അടുക്കളയും എല്ലാം അതാണ്. അങ്ങനെ ആ മുറിയില് ഞങ്ങള് താമസിച്ചുകൊണ്ട് അന്ന് ഒരു മടക്കുന്ന ഒരു കട്ടില് മാത്രമാണുള്ളത്. കസേര പോലും ഇല്ല. അപ്പം ആ സമയത്ത് അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തു. പിന്നീട് ദൈവം പ്രവർത്തനത്തെ വിശാലമാക്കി. കർത്താവിന്റെ കരുണയാല് ചില ആത്മാക്കൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവിടുന്ന് ഡിഗിയാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അവിടെ ഒരു വീട് വലിയൊരു വീട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജമാല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. വളരെ ഒരുപാട് ആൾക്കാരോട് കർത്താവ് എനിക്ക് ദൈവം തന്ന ഒരു കൃപ എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് സുവിശേഷം പറയുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തെ നേടുന്നതിനേക്കാൾ ഉപരിയായി ഒരു വ്യക്തിപരമായ സുവിശേഷം പറഞ്ഞ് ആൾക്കാരെ കർത്താവിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു കൃപയാണ് കർത്താവ് കണ്ടുള്ളത്. അങ്ങനെ പേഴ്സണൽ ഇവാഞ്ചലിസമാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എൻ്റെ വൈഫിനെ എൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള അനേകര് വ്യക്തിപരമായ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് 2007 വരെ അവിടെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. ആ കാലത്ത് എൻ്റെ വൈഫിന് വളരെ ശാരീരികമായ ഒരു പ്രയാസമുണ്ടായി. യൂട്രസിന് പ്രശ്നമുണ്ടായിട്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ടതായ ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ 2006 എന്നെ എൻ്റെ പപ്പയോട് ഞാൻ അന്ന് പറഞ്ഞല്ലോ, എനിക്ക് എന്നെ അടിച്ചതിന് ശേഷം ഒത്തിരി നാൾ എനിക്ക് പപ്പയോട് മിണ്ടാൻ പോലും പറ്റത്തില്ല. വളരെ വൈരാഗ്യത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ പഠനത്തിന് വേണ്ടി വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് പപ്പ കുറച്ചുകൂടെ പ്രായമായി. എന്നാൽ പപ്പ എന്നെ എപ്പോഴും മോനെ എന്ന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു. വളരെ വാത്സല്യമുള്ള ഒരു പിതാവായിരുന്നു. പക്ഷെ അന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ അടിച്ചത്. പക്ഷെ 2006 പപ്പയെ അവിടെ കൊണ്ടുപോകാനും എന്റെ കരങ്ങൾ കൊണ്ട് പപ്പയെ സ്നാനപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കി തീർത്തു. അനേക കുഞ്ഞുങ്ങളെ അനേക പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്താൻ ദൈവം ഇടയാക്കി. ഞാൻ ആദ്യമായിട്ട് 2002 ഒരാളെ സ്നാനപ്പെടുത്തുന്നത്. അവിടെ ജമ്മുവിലുള്ള ഒരു കനാൽ പോലെയുള്ള കനാലാണ്. അന്ന് തണുത്തുറഞ്ഞു കിടക്കുന്ന വെള്ളത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഇറങ്ങി സ്നാനപ്പെടുത്തുന്നത്. വളരെ തണുത്ത് ഇറങ്ങി അതിനകത്ത് നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാളെ സ്നാനപ്പെടുത്തി കയറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ അവിടെ നിന്ന് ഫ്രീസ് ആയി പോകും. അതുപോലെയുള്ള ഒരു അവസ്ഥയിൽ പിന്നീട് ഞങ്ങൾക്ക് വിജയപുരം എന്ന സ്ഥലത്ത് സ്നാനത്തൊട്ടി പോലെയുള്ള ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. അതിലായിരുന്നു പിന്നീട് ഞങ്ങൾ സ്നാനമൊക്കെ ചെയ്യുന്നത്. എന്തായിരുന്നാലും വളരെ ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി. ഒരുപാട് സമയങ്ങളിൽ ഞങ്ങൾക്കറിയാം, എൻ്റെ വൈഫ് പറയുമായിരുന്നു, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ഇന്നും ദൈവം അങ്ങനെ പ്രവർത്തിക്കത്തില്ല എന്നൊരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് വൈകിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ വന്നു. വീട്ടിൽ വന്നിട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അവര് പുറത്ത് വന്നിട്ട് അവരുടെ കാറിന്റെ ഡിക്കിയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന അരിയും വീട്ടിലെ സകല സാധനങ്ങളും അവർ വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ഭാരപ്പെടുന്നു ആ സമയത്തൊക്കെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തരുവാനിടയായി. 2007 ഞങ്ങൾക്ക് വൈഫിന്റെ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് അല്പം കൂടെ സൗത്തിലേക്ക് വരണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി ഞങ്ങൾ ഹൈദരാബാദിലേക്ക് വന്നു. ഹൈദരാബാദിലെ ഉള്ള പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2013 ഒരു ദിവസം ഞാൻ പപ്പയെ ഫോൺ ചെയ്ത് വിളിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ശബ്ദം കുറച്ച് വരുന്നുള്ളൂ, എങ്കിലും ശ്വാസം മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചു പറഞ്ഞു. സഹോദരി അടുത്ത ദിവസം വന്ന് പപ്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. പപ്പ ഡ്രസ്സ് എടുത്ത് ഉടുപ്പൊക്കെ ഇട്ടിട്ട് സിറ്റൗട്ടിലേക്ക് വന്ന കസേരയിൽ അവിടെ ഇരുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ പപ്പ മരിച്ചുപോയി. പപ്പ ഒരവസ്ഥയിലേക്ക് സഹോദരി വന്ന് കണ്ടു. അതിനുശേഷം പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബ്രോഡ് ഡെഡ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയായിരുന്നു. അന്ന് രാത്രിയിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ രാത്രിയിൽ മമ്മിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി. മമ്മിയും പെട്ടെന്ന് തന്നെ മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ എൻ്റെ 2013 പപ്പയും മമ്മിയും ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് ഒരുമിച്ച് മാറ്റപ്പെടുവാൻ ഇടയായി. എനിക്ക് ജീവിതത്തിൽ ഒരു വലിയ ഭാരം എന്ന് പറയുന്നത്, ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നവരോടൊപ്പം
ആ, അവരുടെ പ്രായമുള്ള സമയത്ത് അവർക്ക് ശുശ്രൂഷകൾ ചെയ്യണമെന്നെങ്കിലും അതിനൊരു സാഹചര്യം ഉണ്ടായില്ല. അവര് ജീവിതത്തിൽ ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ കുടുംബജീവിതം നയിച്ചു ഒരുമിച്ച് ഈ ലോകത്തിന് പോകാനായിട്ട് ഇടയായി. അതിനുശേഷമായിട്ട് ഞങ്ങൾ ഹൈദരാബാദില് പിന്നെയും പ്രവർത്തനങ്ങൾ തുടർന്നു. ഈ കോവിഡ് സമയത്തൊക്കെയും ഹൈദരാബാദ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഒരുപാട് പ്രാർത്ഥനാ കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനിടയായി. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ച വലിയ ദൈവത്തിന്റെ വിധങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഞങ്ങൾ എവിടെ പോയാലും അവിടെയുള്ള മറ്റ് ദേവദാസന്മാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുമിച്ച് പല പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്കൊരു വലിയൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ദേവദാസന്മാർക്ക് പരസ്പര സഹകരണമില്ലാത്തതായ അവസ്ഥകൾ ഉണ്ടായിരുന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹൈദരാബാദിലും മറ്റു പല ദേവദാസന്മാരോട് ചേർന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. 2020 കോവിഡിന്റെ സമയത്ത് ഞങ്ങൾക്ക് 1-2 ദേവദാസന്മാർക്ക് ചേർന്നുകൊണ്ട് ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങുവാനായിട്ട് ഇടയായി. അത് അനേകർക്ക് ആശ്വാസം കാരണമായി തീർന്നു. ഹൈദരാബാദിൽ തുടങ്ങിയ ആ പ്രവർത്തനം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ദൈവം കൊണ്ടുപോയി. 28 സ്റ്റേറ്റുകളിലുള്ള ദേവദാസന്മാരെ അതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം ദൈവം ഉണ്ടാക്കി. പ്രാർത്ഥനയുടെ ഒരു വലിയ ചങ്ങല തന്നെ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി തീർത്തു. രാത്രിയുടെ യാമങ്ങളിൽ ഒക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. പ്രാർത്ഥന ചങ്ങല ക്രമീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. എന്നാൽ അതിനുശേഷം ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് എൻ്റെ വൈഫ് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നാട്ടിലേക്ക് പോരാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ കഴിഞ്ഞ വർഷം നാട്ടിലേക്ക് പോരുവാനിടയായി. അടൂര് അടുത്തുള്ള പെരിങ്ങനാട് സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പാണ് ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ പന്തളത്തിനടുത്ത് നമ്മുടെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതാണ് അഞ്ജലി പോൾ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി, ആക്സിഡന്റ് മരിച്ച കർത്താവിന്റെ ദാസിയും പാസ്റ്റർ ജിജോയും ഞങ്ങൾ ജമ്മുവിലുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും എൻ്റെ മമ്മിയോടൊപ്പം വളരെ കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ഭവനമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വളരെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് അഞ്ജലി പോൾ സിസ്റ്ററും ജിജോ പാസ്റ്ററും. ഞാൻ നാട്ടിൽ വന്നപ്പോൾ കർത്താവിന്റെ ദാസനോടൊപ്പം പലപ്പോഴും ഞാൻ കൂട്ടായ്മ ആചരിക്കുമ്പോൾ അദ്ദേഹം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. ഇപ്പോൾ ഞങ്ങൾ പന്തളത്തിനടുത്തുള്ള ഒരു ചെറിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലും വർഷയിലേക്ക് വന്നിരിക്കുന്നത്. ആ ചെറിയ പ്രവർത്തനങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് ഇത്രത്തോളം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും മിനിസ്ട്രിയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനും ആമേൻ അടിയന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പ്രസ്താവിപ്പാനും കർത്താവ് സഹായിച്ചു. ദൈവമേ ഇത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. പ്രത്യാല കർത്താവെ രോമറ്റിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി ശക്തിപ്പെടുത്തണമേ. കർത്താവ് ഈ ടിവിയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിലുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മഹത്വം എടുക്കണമേ. നിന്റെ വൃത്തിനെ അധികമായി പിന്നെ ഉപയോഗിക്കണം നമ്മുടെ പ്രാർത്ഥിക്കും. സകല മഹത്വമാനും ഞങ്ങൾ കർത്താവിനെ അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സാബു പാസ്റ്റർ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും കർത്താവിന്റെ ദാസൻ പ്രിയ സാബു പാസ്റ്ററുള്ളതായ നന്ദിയും കടപ്പാടും വിതരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു യാക്കോബായ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു. ജീവിതയാത്രയില് ഒരുപാട് അനുഭവങ്ങൾ പറയുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലയളവിലെ ഒത്തിരി ഓർമ്മകൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു എന്നൊരു പക്ഷെങ്കിൽ തോന്നിപ്പോകും. ചില സന്ദർഭങ്ങളിൽ അതൊക്കെ സംഭവിക്കരുതായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ അറിയായ്മയുടെ കാലത്ത് അറിയാതെ ചെയ്തു പോയ പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ പല പാഠങ്ങൾ നമ്മെ പഠിക്കുവാൻ അത് കാരണമായി തീർന്നു. തന്നിമിത്തം ഇന്നായിരിക്കുന്ന സ്ഥിതിയിലേക്ക്
തിരുത്തപ്പെട്ടവനായി കർത്താവിന് പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്ന വിധങ്ങളാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ, പാഠങ്ങൾ. പറയാറുണ്ടല്ലോ, അനുഭവം ആണ് ഗുരു എന്ന്. പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് ഒത്തിരി അനുഭവങ്ങൾ പറയുകയുണ്ടായി. ചില സന്ദർഭങ്ങളിൽ മരണം എന്നെ ഇഷ്ടപ്പെട്ടുവോ എന്നുള്ള ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ, മരണത്തിന് എന്നെ ഏറെ ഇഷ്ടമായിരുന്നു, അത്രയേറെ പ്രതിസന്ധികളുടെ നടുവിലൂടെയും കടന്നുപോയി. എന്നാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരായുധമായി കർത്താവ് ഇന്നും ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, ശക്തമായി മുന്നേറുവാൻ, അനേകരെ തീയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് ജീവങ്കലേക്ക് നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച തോറും വൈകുന്നേരങ്ങളിൽ 9 മണി തൊട്ട് നടക്കുന്നതായ ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.